അമേരിക്കയുടെ ഇപ്പോഴത്തെ ആവശ്യം, അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ ചോളം വാങ്ങിക്കണം. ചോളം അതൊന്നും പറ്റില്ല, നിങ്ങൾ ചോളം വാങ്ങിച്ചു നിനക്ക് ഞാൻ ചോളം തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യ പറയുന്നുണ്ട് ചോളമൊന്നും വേണ്ട, അതൊക്കെ ഇവിടെ ആവശ്യത്തിനുണ്ടെന്ന് പറഞ്ഞ് ചോളം തന്നേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. വാങ്ങിയേ പറ്റൂ, ഇത് നല്ല ഫ്രഷ് സാധനമാണ്, നല്ല ചോളമാണെന്നൊക്കെയാണ് പറയുന്നത്. എന്തിനാണ് ഈ ചോളം നമ്മുടെ അണ്ണാക്കി കൊണ്ട് തിരികുന്നത്? അത് എന്തിനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ താല്പര്യമുണ്ട്. എല്ലാം താല്പര്യത്തിന്റെ പുറത്താണല്ലോ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഈ ഇന്ത്യ US വ്യാപാര ചർച്ചകളൊക്കെ പുനരാരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് ഈ US അധികൃതർ വന്നിട്ട് ഇവൻ ഞങ്ങളുടെ ചോളം വാങ്ങുന്നില്ല, ഇത് ഞങ്ങൾക്ക് തീരെ സഹിക്കുന്നില്ല, സഹിക്കാവുന്നതിനപ്പുറമാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് ഇനിയും തുറന്നു കിട്ടാത്ത ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ അമേരിക്കയ്ക്ക് ഒരു കണ്ണുണ്ട്, ഒരു കണ്ണല്ല 2 കണ്ണുമുണ്ട്. ഇനി 2-ൽ കൂടുതൽ കണ്ണുണ്ടെങ്കിൽ അത് മുഴുവനും അവർക്ക് ഇന്ത്യയിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്ന 10 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്, ഏറ്റവും കൂടുതൽ ചോളം ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ ഈ 10 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ എന്തിനാണ് ഈ ചോളം പിന്നെയും വാങ്ങുന്നത്? നമ്മുടെ നാട്ടിൽ ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം, എന്നിട്ട് നമ്മൾ അവരുടെ വാങ്ങണം എന്നാണ് പറയുന്നത്. അതിന് 2 കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നാമത്തേത്, അവരുടെ ഏറ്റവും വലിയ ഉപഭോക്താവ്, ചോളത്തിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ചൈനയാണ്. ആ ചൈനയാണ് കരണക്കൊച്ചു നോക്കി ടപ്പേ എന്നൊരെണ്ണം കൊടുത്തിട്ട് തിരിഞ്ഞു നടന്നു പോയത്. അപ്പോൾ ട്രംപിന്റെ തീരുവ യുദ്ധം തന്നെയാണ് ഇതിന് പിന്നിലുള്ള കാരണം. തോന്നുംപടി തോന്നുന്ന രാജ്യങ്ങളോട് മുഴുവനും ഇഷ്ടം പോലെ ആകാം എന്നൊക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ ആ അന്ധകാലമൊക്കെ പോയാച്ച് തമ്പി എന്ന് ചൈനയും പറഞ്ഞ് ഇനി നടക്കില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈന അവരുടെ വിപണി അടച്ചതോടുകൂടിയാണ് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനം എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കണ്ടേ? ഇത് വിറ്റില്ലെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ വിഷയമാണല്ലോ. ഇപ്പൊ നമുക്കായാലും അങ്ങനെ തന്നെയല്ലേ, ഉൽപ്പാദിപ്പിക്കുന്നത് നമുക്ക് എവിടെയെങ്കിലും വിറ്റഴിച്ചേ പറ്റൂ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മാർക്കറ്റ്, ആഭ്യന്തര മാർക്കറ്റ് തന്നെ നമുക്കത് വേണ്ടതിലധികം എന്ന് പറയുന്നത് പോലാണ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവരെ സംബന്ധിച്ച് അങ്ങനെയല്ല. അപ്പോൾ ഇന്ത്യ ഈ പറയുന്ന പോലെ ചോളം വാങ്ങണം എന്ന് പറയാനുള്ള ഒന്നാമത്തെ കാരണം, ചൈന ചോളം വേണ്ട എന്നങ്ങ് കട്ടയ്ക്ക് തീരുമാനിച്ചു. ഇതോടുകൂടി അവരുടെ പുതിയ വിപണി കണ്ടെത്താനായിട്ട് US നിർബന്ധിതമായി എന്നുള്ളതാണ്. ഇന്ത്യക്ക് ആവശ്യമില്ലെങ്കിലും, അതായത് ഞങ്ങൾക്കറിയാം നിങ്ങൾക്കിത് ആവശ്യമില്ല, പക്ഷെ ഞങ്ങൾക്ക് നിർബന്ധമാണ് നിങ്ങൾ ഇത് വാങ്ങണം. അതാണ് ഇപ്പോഴത്തെ ഒരു പോളിസി എന്ന് പറയുന്നത്. ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന ചോളത്തിന്റെ 30% US-ലാണ് എന്നാണ് പറയുന്നത്. അതേസമയം ഇന്ത്യ ഒരു ഘട്ടത്തിൽ ചോളം കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യം കൂടിയായിരുന്നു. എന്നിട്ട് 2022-23 ചോളം കയറ്റുമതിയിൽ നിന്നുള്ള നമ്മുടെ രാജ്യത്തിന്റെ വരുമാനം എന്ന് പറയുന്നത് $1107 ദശലക്ഷം ആയിരുന്നു. കുറഞ്ഞ അളവിൽ പോലും അമേരിക്കൻ ചോളം ഇന്ത്യ വാങ്ങാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ നെഞ്ചത്തടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതായത് നിങ്ങൾ വാങ്ങുന്നേ ഇല്ല, ഒരെണ്ണമെങ്കിലും വാങ്ങടെ, ഒരുപാട് വാങ്ങണ്ട. ഇനി ഒരു 10 എണ്ണം എന്ന് നമ്മൾ വിൽപ്പനയ്ക്ക് വരണം, 10 എണ്ണം ചേട്ടൻ എടുത്തില്ലേലും കുഴപ്പമില്ല, ഒന്നെങ്കിലും ചേട്ടൻ എടുക്കണം, എൻ്റെ വയറ്റിപ്പഴപ്പാണ്, ദൈവത്തെ ഓർത്ത് ഒന്ന് എടുക്കണം എന്ന് പറയുന്നത് പോലെയാണ് US വാണിജ്യ സെക്രട്ടറി ആയിട്ടുള്ള ഹവാർഡ് ലുട്നിക് പറയുന്നത്. പക്ഷെ ഇന്ത്യ എന്തിന് ചോളം വാങ്ങണം എന്നുള്ളതിന് ഇന്നത്തെ ദിവസമാണ് ഇങ്ങനെ പറയുന്നത്, പിറ്റേ ദിവസം പറയുന്ന വേറൊരു രീതിയിലായിരിക്കും, ഭീഷണിയായിരിക്കാം. അപ്പൊ എന്തായാലും എന്തിന് ചോളം വാങ്ങണം എന്നുള്ളത് അവര് പറയുന്നത് ഇല്ല എന്നുള്ളതാണ്. US-ന്റെ ചോളം വാങ്ങിയില്ലെങ്കിൽ കടുത്ത നടപടി നേരിടേണ്ടി വരും. ഇതിൽ കൂടുതൽ എന്ത് നടപടിയാണ് ഇവര് നമുക്കിട്ട് പണിയാൻ പോകുന്നത്? ഇപ്പൊ തന്നെ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ഒന്ന് പോടാപ്പാന്നാണ് പറയുന്നത്. 50% ഇപ്പൊ, അതെ, അത് 100% കൊണ്ടുപോകുന്നുള്ളതാണ്. 100%-ലാക്കിയാലും നമ്മൾ അതിന് എന്തെങ്കിലും ഒരു വില കൊടുക്കണ്ടേ? ഞാൻ ഇവിടെ ഉണ്ടോ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അമേരിക്കയുടെ ഉള്ളത്. റഷ്യക്ക് താരിഫുള്ള കാര്യം അറിയാം. റഷ്യക്കും താരിഫുണ്ട്, 500% താരിഫ്. പക്ഷേ റഷ്യ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. 500% അടിച്ചു കൊടുത്തിരിക്കുന്നത്. പക്ഷെ റഷ്യ അത് മൈൻഡ് ചെയ്യുന്നില്ല. അതെ, റഷ്യയുടെ ഇനിയിപ്പോ അവർ പറയുക 500 എന്നുള്ളതിന് 1000% ആക്കിയാലും റഷ്യക്കൊന്നുമില്ല. അപ്പൊ അതുപോലെ കാരണം ഇന്ത്യ ഇപ്പം, അതായത് പൂർണ്ണമായിട്ടും അമേരിക്കൻ വിപണി വേണ്ടാന്ന് വയ്ക്കുക എന്നുള്ളൊരു സാഹചര്യം ഇന്ത്യയിൽ ഇല്ല എന്നുള്ള കാര്യം അവർക്കറിയാം. അതാണ് ഇങ്ങനെ പറയുന്നത്.
പക്ഷേ വേണ്ടി വന്നാൽ നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പക്ഷെ സമയം എടുക്കില്ലേ? സമയമെടുക്കും. ഇതിന് റിക്കവർ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയങ്ങൾ എടുക്കും എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമുക്ക് ആ രാജ്യത്തിന്റെ പിന്നാലെ ഇതുമാതിരി തോന്നിവാസം കാണിക്കുന്ന ഒരാളുടെ പിന്നാലെ നമ്മൾ പോവുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മൾ മറ്റു വിപണി തേടുക മാത്രമേ അതിനുള്ള വഴിയുള്ളൂ. അപ്പൊ അതിനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. ഇപ്പൊ പോലും അവര് വന്നത് നമ്മുടെ വിപണി, അതായത് അവരുടെ സാധനം വിറ്റഴിക്കപ്പെട്ടില്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന നഷ്ടമുണ്ട്. അമേരിക്ക വന്നു പെടുന്ന വലിയ വിപത്തുണ്ട്. ആ വിപത്ത് മുൻകൂട്ടി കണ്ടിട്ട് കൂടിയാണ് ഈ വരുന്നത്. പക്ഷെ അപ്പോഴും വരുമ്പോ ഞാനാണ് വലിയേട്ടൻ എന്നുള്ള ഭാവത്തിലേ വരികയുള്ളൂ എന്നുള്ളത് മാത്രമാണ് ഇത് കാണുന്നത്. ഒരു നയത്തിൽ പോയാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ അത് ചെയ്യുന്നില്ല. അപ്പോ 140 കോടി ജനങ്ങൾ ഉണ്ടെന്ന് ഇന്ത്യ വീമ്പ് പറയുന്നു. ഇവന്മാര് പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ വീമ്പ് പറയുന്നു. എന്നാ പിന്നെ ഒരു ബുഷേൽ, അതായത് 35 ലിറ്ററിന് തുല്യമായ ഒരു അളവാണ് ഈ ബുഷേൽ എന്ന് പറയുന്നത്. ഒരു ബുഷേൽ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ബുഷേൽ ചോളമെങ്കിലും ഒന്ന് വാങ്ങണം പോയി. 140 കോടി ജനമുണ്ട്, നിങ്ങൾക്കൊക്കെ ഒന്ന് വാങ്ങിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അവർ നമുക്ക് എല്ലാം വിൽക്കുന്നു, നമ്മുടെ ചോളം പോലും വാങ്ങുന്നില്ല. എല്ലാത്തിനും മേലെ അവർ നികുതി ചുമത്തിയിരിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് നികുതി ചുമത്തിയത്? അമേരിക്ക ഇന്ത്യക്കാണോ നികുതി ചുമത്തിയത്? സ്വയം ഇരന്നു വാങ്ങിയതാണ് ഈ അടി എന്ന് പറയുന്നത്. ഈ ലോട്ടറി കിട്ടുന്ന സമയത്ത് പിറ്റേ ദിവസം ലോട്ടറി അടിക്കുമ്പോഴേ 1ാം സ്ഥാനം അടിക്കുന്നത് ഇവരുടെ വീട്ടിൽ പിറ്റേ ദിവസം നാട്ടുകാർ വരാറുണ്ട്. ചുമ്മാ കിട്ടിയില്ലേ കുറച്ചും കിടെന്ന് പറയും. അതുപോലെയാണ് അമേരിക്ക പറയുന്നത്. 140 കോടി ഉണ്ടല്ലോ, പക്ഷെ നമുക്ക് കൂടെ സാധനം കൂടെ ഇറക്കി കൂടെ എന്ന് ചോദിക്കുന്നത്. അതെ. ഇനി ഇത് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. ഇന്ത്യൻ വാഹന മേഖലയെ സംബന്ധിച്ച് ഈയിടെ കൈക്കൊണ്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമുണ്ട്. അതാണ് ഈ ആശാന്റെ പ്രധാനപ്പെട്ട ഒരു കണ്ണ്, അട്ടയ്ക്ക് കണ്ണ് കണ്ടവൻ എന്നൊക്കെ പറയുന്നല്ലേ, അതുപോലെ നോട്ടമിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് 20% എഥനോൾ കലർത്തിയ പെട്രോൾ രാജ്യത്ത് വ്യാപകമാക്കാനായിട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇതോടെ വൻതോതിൽ എഥനോൾ ഉൽപാദനത്തിനായിട്ട് ചോളം ഉപയോഗിക്കാനാകും എന്നുള്ളൊരു കുശാഗ്ര ബുദ്ധി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. 40 ലക്ഷം ടൺ വരെ ചോളം കയറ്റുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ത്യ 2024 ചോളം ഇറക്കുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ എഥനോൾ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ ചോളത്തിന് സത്യത്തിൽ ആവശ്യം കൂടിയത്. എഥനോൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പ്രധാനമായിട്ടും കരിമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിലും വരൾച്ച ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് അതിന് പകരം എന്തുപയോഗിക്കാമെന്നുള്ള ഒരു ചിന്ത പോകുമ്പോഴാണ് ചോളത്തിന്റെ സാധ്യതകൾ പഠിക്കുന്നത്. അങ്ങനെ പഞ്ചസാര ഉൽപാദനം ക്രമീകരിക്കാനും വിലക്കയറ്റം തടയാനുമായിട്ട് ഒക്കെയുള്ള ഭാഗം കൂടിയായിട്ട് ഈ പകരം ചോളം ഉപയോഗിക്കുക. അപ്പൊ കരിമ്പ് അത്രയും കൂടി ആ ഒരു പഞ്ചസാര ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇതുകൂടി മുന്നിൽ കണ്ടിട്ടാണ് US ഒരു മുഴം നീട്ടി എറിയുന്നത് എന്നുള്ളതാണ്. എന്നാൽ US ഉൽപ്പാദിപ്പിക്കുന്ന ചോള ഇന്ത്യക്ക് അങ്ങനെ വാങ്ങാനും പറ്റില്ല. US ചോളത്തിൽ 92% ജനിതക മാറ്റം വരുത്തിയിട്ടുള്ള GM ചോളമാണ് എന്നുള്ളതാണ്. ഈ GM ചോളം ഇറക്കുമതിക്ക് അനുമതി നൽകാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ പിന്നെ ഇത് സ്വാഭാവികമല്ല, നമുക്ക് ചിന്തിക്കുമ്പോഴേ മനസ്സിലാവും. ഭക്ഷ്യ ശൃംഖലയ്ക്ക് തന്നെ ഭീഷണിയാകുമെന്നുള്ള നിഗമനത്തിലാണ് നമ്മൾ ഈ GM ചോളം ഉൽപ്പാദിപ്പിക്കാത്തത്. നേരത്തെ എഥനോൾ ഉൽപാദനത്തിനുള്ള GM ചോളം വളർത്താനുള്ള പദ്ധതി നീതി ആയോഗ് മുന്നോട്ട് വെച്ചപ്പോൾ പോലും നമ്മുടെ രാജ്യം ആ നിലപാട്, നമ്മൾ എടുത്തിരുന്ന നിലപാട് മാറ്റിയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ വന്നിട്ടുള്ള ഒരു തീരുമാനത്തിന് പോലും ആ ഒരു നിലപാട് മാറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെ വിറപ്പിക്കാൻ നടക്കുന്ന ഈ വിടുവായന്റെ മുമ്പിൽ പോയിട്ട് നമ്മൾ എന്തിന് ഈ നമ്മുടെ നിലപാട് മാറ്റണം? അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതേസമയം തന്നെ ഇന്ത്യ മ്യാൻമറിൽ നിന്നും യുക്രൈനിൽ നിന്നും ജനിതക മാറ്റം വരുത്താത്ത ചോളം ഇറക്കുമതി ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ചൈനയിൽ US ചോളത്തിനുണ്ടായിരുന്ന വൻ വിപണി എന്തായാലും ഇപ്പോഴില്ല. പുതിയ വിപണികളൊക്കെ തേടാൻ നിർബന്ധിതരാക്കുന്നു. എഥനോളിന്റെ നമുക്ക് ആവശ്യമായി വരുന്നു അതായിട്ടുള്ള ഒരു ഉപയോഗം കൂടി വരുന്നത് ഒക്കെ കൂടെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് അവരിപ്പോ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ ചോളം വാങ്ങണമെന്നുള്ള ആവശ്യം കൂടി പറയുന്നത്. മിക്കവാറും നാളെ രാവിലെ നമ്മൾ ചെയ്യാൻ പോകുന്ന വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യക്ക് മേലെ നമ്മൾ അമേരിക്കയുടെ ചോളം വാങ്ങാത്തത് കൊണ്ട് പുതിയ താരിഫ്, അതായത് താരിഫ് വർധന കൂടിയിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത നാളെ രാവിലെ നമ്മൾ തന്നെ സംസാരിക്കേണ്ടി വരുമെന്നാണ്. 100% സാധ്യതയുണ്ട്. അതെ, ആകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും അത് നമ്മൾ സംസാരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. അതെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.